വണ്ടർ ഫാക്ട്സ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ പ്രകൃതിരമണീയമായ നമ്മുടെ വയനാട് വിറങ്ങലിച്ചിരിക്കുകയാണ്. കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന വയനാടൻ ഗ്രാമങ്ങളായ ചൂരൽമലയും മുണ്ടക്കയയും പുഞ്ചിരിമറ്റവും ഉരുൾപൊട്ടലിൽ നികത്താനാവാത്ത നിരവധി നാശനഷ്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. എന്താണ് ഉരുൾപൊട്ടൽ എന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്നും നമ്മളിൽ ചിലർക്ക് അറിയില്ല. അതെന്താണെന്ന് നോക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ. വെൽക്കം ടു വണ്ടർ ഫാക്ട്സ് വേൾഡ് മലയാളം. കണ്ണടച്ച് തുറക്കും മുൻപ് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അപ്രതീക്ഷിതമായ തകിടം മറിച്ചിലാണ് ഉരുൾപൊട്ടൽ സൃഷ്ടിക്കുന്നത്. ഒന്ന് ചിന്തിക്കാൻ, എന്തിന് ശ്വാസം വിടാനുള്ള സമയം ലഭിക്കുന്നതിന് മുൻപ് മണ്ണിൽ ഒലിച്ചു പോകുന്ന ജീവിതങ്ങൾ, കാടുകൾ, കൃഷിയിടങ്ങൾ, നിർമ്മിതികൾ. 2018 വെള്ളപ്പൊക്കത്തിൽ 4000-ഓളം ലാൻഡ് സൈഡുകൾ അഥവാ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് വയനാട്, ഇടുക്കി ജില്ലകളിലായിരുന്നു. മറ്റ് ലാൻഡ് സൈഡുകളിൽ നിന്നും ഉരുൾപൊട്ടലിനെ വ്യത്യസ്തമാക്കുന്നത് മണ്ണിനും പാറയ്ക്കും ഒപ്പമുള്ള വെള്ളത്തിൻ്റെ അളവ് കൊണ്ടാണ്. എന്താണ് ഉരുൾപൊട്ടൽ? ഇതെങ്ങനെ സംഭവിക്കുന്നു? കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങും. ഭൂഗർഭജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കുന്നു. ഒപ്പം സാധാരണ സ്ഥിരത നഷ്ടമാവുകയും ചെയ്യുന്നു. ഒടുവിൽ ഇതിനു ഫലമായി ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും ചെരലും പാറയും ഉരുളൻ കല്ലുകളും മറ്റു ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മഴക്കാലത്താണ് ഇത് സംഭവിക്കുന്നത്. അതായത് കനത്ത മഴയിൽ മലകളിലെ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം ഉള്ളിലെത്തുന്നു. പാറകൾ മണ്ണുമായി കൂടുതൽ ഉറപ്പാണെങ്കിൽ ജലം സംവാദനം ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങും. എന്നാൽ പാറ പൊട്ടിച്ചും മണ്ണുമാന്തിയും ഉറപ്പു നഷ്ടപ്പെട്ട ഏറ്റവും ലോലമായ ഭാഗത്തുകൂടി ജലം ശക്തിയായി പുറത്തേക്ക് വരുന്നു. അടിവശത്തു നിന്നുണ്ടാകുന്ന മണ്ണിടിച്ചിൽ കാരണം മലയുടെ മുകൾ ഭാഗം മൊത്തമായി ഒലിച്ചു വരുന്നു. ഇതിൻ്റെ കൂടെ വലിയ പാറകളും മണ്ണുകളും ജലവും വലിയ മരങ്ങളും ഉണ്ടാകും. എന്നാൽ സംഭവ ദിവസം പെയ്ത മഴ കാരണം മാത്രമല്ല ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്, മറിച്ച് അതിനു മുൻപ് പെയ്ത മഴയുടെ സ്വാധീനം കൂടിയാണ്. മലപ്രദേശങ്ങളിൽ മരങ്ങൾ മുറിച്ചു മാറ്റുക, തേയില പോലുള്ള നാണ്യവിളത്തോട്ടങ്ങൾ ഉണ്ടാക്കുക, മണ്ണ് നീക്കി കൃഷി ചെയ്യുക, കെട്ടിടങ്ങൾ പണിയുക തുടങ്ങിയവ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ്. ഇങ്ങനെ നോക്കിയാൽ 95% ഉരുൾപൊട്ടലിന് കാരണമാകുന്നത് മനുഷ്യന്റെ ഇടപെടൽ മൂലമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏകദേശം 22 ഡിഗ്രി ചെരിവുള്ള മലപ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ്. വനനശീകരണം, അശാസ്ത്രീയമായ വനവൽക്കരണം, പാറകൾ പൊട്ടിച്ചിടുന്നതും മണ്ണിടിച്ചിടുന്നതും ഉരുൾപൊട്ടലിന് കാരണമാണ്. ജിയോളജി വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഉരുൾപൊട്ടൽ സാധ്യത വരുന്ന പ്രദേശങ്ങളിൽ നിർത്താതെ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി കാണാം. മല അടിവാരത്തും മലമുകളിലും കുന്നിൻ ചെരിവുകളിലും താമസിക്കുന്ന 2 കിലോമീറ്ററിൽ ഉൾപ്പെടുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഒക്കെ പഴയ കാലത്തും ഉണ്ടായിരുന്നു. ചെങ്കുത്തായ ചെരിവുകളും 70% നാടാണ് നമ്മുടെ കേരളം. ഭൂപ്രകൃതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കനത്ത മഴ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും മണ്ണിടിച്ചിലുണ്ടാകും. പക്ഷേ അത് ചെറിയ തോതിലായിരിക്കും. എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ. മനുഷ്യന്റെ കറുത്ത കൈകൾ പ്രകൃതി ഇല്ലാതാക്കുന്നത് കൂടിയതോടെ ഓരോ വർഷവും ഉരുൾപൊട്ടുന്നതിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും അളവ് കൂടി വരികയാണ്. ഇങ്ങനെ വരാതിരിക്കാൻ മല അടിവാരത്തുള്ള കൈത്തോടുകളും ചാലുകളും കൃത്യമായി തടസ്സം നീക്കി ആഴം കൂട്ടി വൃത്തിയാക്കുക. മലയോര പ്രദേശങ്ങളിൽ അഴുക്കുചാലുകൾ നിർമ്മിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പുൽത്തകിടുകൾ നശിപ്പിക്കാതിരിക്കുക, ബോധവൽക്കരണം നടത്തുക, സുസ്ഥിര വികസനം നടപ്പിലാക്കുക, ഉരുൾപൊട്ടൽ മേഖലയിൽ നിർമ്മാണങ്ങൾ കരുതലോടെ നടത്തുക, പ്രദേശങ്ങൾക്കനുസരിച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, മഴക്കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക എന്നൊക്കെയാണ് ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള ദുരന്തങ്ങൾ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ. എന്നിരുന്നാലും ഇത്തരം പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ മഴക്കാലത്ത് അധികാരികൾ പറയുന്നതനുസരിച്ച് മാറി നിൽക്കുക. സേഫ് ആണെന്നുള്ള സ്വയം തീരുമാനത്തിൽ അവിടെ നിൽക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ സ്വന്തം ജീവനും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനും രക്ഷിക്കാനാകും. ഇനിയും ഒരു ദുരന്തം വരാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള വണ്ടർ ഫാക്ട്സ് വീഡിയോകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.